ഉമ്മമാനെ പറ്റിയോലുണ്ടെങ്കിൽ പറയണേ. ആർക്കൊക്കെ പറ്റി? അല്ല, പഠിച്ച ആൾക്കാരാണ് നമ്മളെ കുറിച്ച് അഭിപ്രായം പറയുന്നത്. നമ്മളെ സമന നിക്കണ സർട്ടിഫിക്കറ്റ് വാങ്ങിയല്ലേ ഫസ്റ്റ് വോക്ക് നമ്മളെ ബാച്ചിന്റെ ഫോട്ടോസ് അല്ല ഞാൻ ഇവിടെ അസ്സലാമലൈക്കും. ഇന്നങ്ങടെ പോണെന്ന് വിചാരിച്ചാലേ നമ്മളെ ഡ്രൈവറ് കുറച്ച് ദിവസത്തിന് ലീവ് ചെയ്നി അല്ലേ? എങ്ങടാ സിഫ്റ്റ പാർട്ടിങ്ങളെ നമ്മള് പറഞ്ഞിനി അവിടെ ഒരു ഇതുണ്ട്, ഒരു വീഡിയോ എടുക്കാണ്ട്. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാണ്. അപ്പൊ ആണോ? ആ തുടക്കത്തില് എന്നിട്ട് ജല ബസ്സിനൊക്കെ ആക്കി തരല്. ഇനി കൊറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഞാനെന്താ മുന്നിൽ ഇരിക്കണം. സിഫ്നാനെ വിളിച്ചിട്ട് വന്നിട്ടില്ല. ഓക്ക് കുട്ടിക്ക് പാലെടുക്കാൻ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഓള് മുന്നിക്ക് വരൂല. പിന്നെ അവിടെ കുത്തുന്ന വെച്ചാ ചത്ത് എന്തിനാ പിന്നെ റിസ്ക് എടുക്കണേ. ഞങ്ങള് ബസ്സിലൊക്കെ പോകുകയാണെങ്കിലേ പോത്താളായിട്ടും ബസ്സിന്റെ മുന്നിക്ക് ഡ്രൈവറിനെ കട്ടി പിടിച്ച് കുത്തിയെടുക്കാണ്. ഡ്രൈവറിന്റെ ബേക്കിലുണ്ടാവും. ഞങ്ങള് പോണ ബസ്സാണെങ്കിൽ കുത്താ പോണ ബസ്സാ, മറ്റേ സ്പീഡ് പോണ ബസ്സൊക്കെ. ഞങ്ങള് ഇവിടുന്ന് 10 മണിക്കാ ക്ലാസ്. അപ്പൊ ഞങ്ങള് കുട്ടികളെയൊക്കെ സ്കൂൾക്കാക്കി ആദ്യമൊക്കെ നീച്ച് ചായ കൊടുത്ത ടൈമല്ലേ ഇനി അതൊക്കെ ഉറങ്ങുന്ന ടൈമൊക്കെ. അപ്പൊ ഞങ്ങള് ഇവിടുന്ന് ലാസ്റ്റ് ബസ്സൊക്കെ ഞങ്ങൾ പോകുള്ളൂ 9:35. അവിടുന്ന് അതേമാതിരി 1 മണിക്ക് ക്ലാസ് കറക്റ്റ് വിട്ട് കഴിഞ്ഞാല് ഞങ്ങള് കറക്റ്റ് 1:10 ബസ്സും കയറി പോകുന്നിട്ട് ടീച്ചർ നിങ്ങൾ എന്താ കുട്ടികളെ പാലത്തുമ്മ കടത്തിയാ പോകുന്നത്, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ടീച്ചർ. ഓരോ സ്കൂളിലൊക്കെ എന്നാലും ഞങ്ങളൊരു ചായ കുടിച്ചാനോ ഒരു വെള്ളം കുടിച്ചാനോ ഒന്ന് പുറത്തു കൂടെ ഞങ്ങൾ ഇറങ്ങൂല. കാരണം ആദൂനെ ആ ടൈമിൽ ഒരു 11:30 ആകുമ്പോ ഉറക്കും. 11:30 മുതൽ 12:45 1 മണി വരെയാണ് ഉറങ്ങുന്ന ടൈം. നീച്ചുമ്പത്തിന് ഞാൻ അവിടെ എത്താം. അങ്ങനെ ഒക്കെ ഒരു വെപ്രാളം മുടിച്ചൊരു പോക്കും വരവൊക്കെ. പിന്നെ ചേലായി. ഞാനേ ഫസ്റ്റില് മിസ് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ ഞാൻ മിസ് കെട്ടിച്ച പേരില് എനിക്ക് കൊറേ പാത്രം പോകാനും ഉണ്ടേനി തിരുമ്പാനും ഉണ്ടേനി നേരം കിട്ടിയില്ല. അപ്പൊ ടീച്ചർ അതെ അങ്ങനെ ചെന്ന് നിക്കണ്ടി വരും, ചിരിക്കലുണ്ടാവില്ല കേട്ടോ പറഞ്ഞു. കാരണം ഒക്കെ അതൊക്കെ പഠിച്ചാൽ വരാറുണ്ട്. ഏതും കുട്ടികൾ +2 കഴിഞ്ഞിട്ടൊക്കെ ഒന്നെങ്കിൽ വരിക, അല്ലെങ്കിൽ നമ്മളെ പോലെ കല്യാണം കഴിഞ്ഞോല് പഠിച്ചാൽ പൂതിച്ചോലക്കാരന്ന് വരിക. +2 കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ പിന്നെ എന്താ പറയാ ഒന്ന് നോക്കാൻ അതല്ല. ഓൾക്ക് ഈ പഠിപ്പിന്റെ വില ജോലിന്റെ വില ഓൾക്ക് അറിയില്ല. കാരണം എന്താ വെച്ചാല് ഓല് സ്വന്തം പേരിലാണ് എന്താ നമ്മളൊരു വൈബിന് വേണ്ടി പോണ ടീം ഉണ്ടാവും. പക്ഷെ കല്യാണം കഴിഞ്ഞ പോലെ ഉണ്ടല്ലോ. ഞാനൊക്കെ ഞാനും അങ്ങനെ തന്നെ. എന്താ എന്തേലും വേണം, എന്തെങ്കിലും ജോലി. പക്ഷെ പഠിച്ചാ പോണ്ടി വരും. അതിലും നല്ല എന്തെങ്കിലും ജോലി നേടിയെടുത്തങ്ങാണ്ട് അതിന് മുന്നോട്ട് പോകാന്ന്. ഇനി അതിന് വേണ്ടിട്ട് കഷ്ടപ്പെട്ട് പഠിച്ച് ജയിച്ച് ഞാൻ വിചാരിച്ചിട്ടില്ല 40-60 കുട്ടികളെ ഇടയിലിച്ചൊരിക്കല് ഫസ്റ്റ് കിട്ടുന്നു. ഞങ്ങൾ എങ്ങനെയും ട്രെയിനിങ് കഴിഞ്ഞും പോകാനൊക്കെ സമയമായി. ഞങ്ങൾ ഇറങ്ങിട്ടോ. ഓള് പള്ളിയിലുണ്ടെങ്കിൽ ഓള് ഇതായിക്കണ് ഞാൻ നിക്കൂല. കാരണം ആദ്യം സ്കൂൾക്കല്ലേ. ഇനി ഇൻഷാല്ലാ കേറണമെന്നുണ്ട്. കാരണം മെഡിക്കൽ ഫീൽഡ് എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും പോകാത്ത ഫീൽഡാണ്. നമുക്ക് ഏത് കാലം നമുക്ക് വില ഉണ്ടാവും. കാരണം ഇപ്പത്തെ ആൾക്കാർക്ക് അസുഖം കൂടി വരികയെന്നല്ലാതെ കുറയൂലല്ലോ. അപ്പൊ ഈ മെഡിക്കൽ ഫീൽഡൊക്കെ എടുത്തു കഴിഞ്ഞാല് എല്ലാ കാലം ഏതൊരു എന്താ പറയാ മോഡൽ മാറുന്നതിനനുസരിച്ച് പോകാത്തൊരു ഫീൽഡ് ഉണ്ടെങ്കിൽ മെഡിക്കൽ ഫീൽഡാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അന്ന് അത് തെരഞ്ഞെടുത്തീനി. എന്തായാലും നമ്മള് പെണ്ണുങ്ങൾക്ക് നമ്മള് വലിയ സാലറി ഒന്നുമില്ല. ഹോസ്പിറ്റലിൽ കയറിയ നല്ല സാലറി കിട്ടും. ഞങ്ങള് ലാബ് കയറിയത്. ഹോസ്പിറ്റലിൽ കയറിയ സെറ്റാണ്. ഹോസ്പിറ്റലിൽ നൈറ്റ് ഡ്യൂട്ടി എടുക്കുക, ഷിഫ്റ്റ് എടുക്കുക, അങ്ങനെ അതൊക്കെ കാലം മാറിയില്ലേ, ചിന്താഗതി മാറിയില്ലേ. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ അങ്ങനെ കൂടും. അപ്പൊ ഞങ്ങൾ അങ്ങനെ പോകാൻ നിൽക്കുകയാണെന്ന് കുറച്ച് പരിപാടികളൊക്കെ ചെയ്ത് തീർക്കണമെന്നുണ്ട്. അവിടെ എത്തിയിട്ട് നമ്മളിപ്പോ അന്ന് ഇറങ്ങിയതാണ്. ആ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി പോയതാണ്. അന്നോട് പള്ളിയിലാണ് 5-8 മാസം അല്ലേ? ആണ് നമ്മള് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോയ ടൈമില് പള്ളിയിലാണ്. അന്ന് ലാസ്റ്റ് അന്ന് പോയതല്ലേ സർട്ടിഫിക്കറ്റ്. ഇപ്പൊ നാലടുത്തല്ലേ സിഫ്ന വാങ്ങിയത്. അങ്ങ് പള്ളിയിലില്ല. ഇല്ല, ഞാനൊരു സ്കൂട്ടി മേലെ പോയത്. അത് നിങ്ങള് നോക്കണ്ട.
അങ്ങനെ ഞങ്ങളിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ. ഇപ്പൊ എന്റെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ. ഇനി ഏകദേശം അവിടെ എത്തിയിട്ട് കാണാം. ചെറിയാപ്പ ഉണ്ടാവുക ചില്ലുംകൂട്ടില്. വരുമ്പോ ഞങ്ങള് ചെറിയാപ്പൂനെ കാട്ടിയൊക്കെ ഒന്ന് കാട്ടിട്ടുണ്ട്. അപ്പൊ നമ്മളെ സെഫിക്കുണ്ട് നമ്മളെപ്പാവും. സിപ്പിനാന്റെ വക മന്തിയാണ് ഞങ്ങക്ക്. മന്തി ഞങ്ങള് മറന്നിട്ടൊന്നുമില്ല. ഞങ്ങള് ചിതാവണ്ട. ഞങ്ങളെ മൈൻഡ് ഫുള്ള് ഛർദിച്ചാലേ ഓളവിടെ വന്നപ്പോ ഇങ്ങനെ മന്ദപ്പുണ്ടായിരുന്നു. ഇപ്പൊ എന്താവോ കാളല് വരുന്നു. പക്ഷെ ഞങ്ങളെ സാറാ വിചാരിച്ചിട്ടുണ്ടാകേ ഓലും മുണ്ടില്ല. സമാധാനം ഓട്ട നല്ല സുഖണ്ട്. എവിടെ ഞമ്മളന്ന് ചോക്കാടുക്ക് പോയിട്ട് പിന്നെ പോയിട്ടില്ല. അവന്റെ അപ്പൊ അന്ന് പോയത്. ഇനി പോകാണ്ട് 2-3 കുടുംബത്തിലും പാടെ അങ്ങനെ പോകാണ്ട്. ഒഴിവൊക്കെ ഒന്നാമത് തിരക്കാണ്. ഒന്നാമത് തിരക്കാണ്. ഓരോരോ ഇപ്പൊ ഇവിടെ ഇല്ല. ഇനിയല്ല അങ്ങനെ ഹോസ്പിറ്റൽ കേസും കാര്യൊക്കെ ആയിട്ട് ഇപ്പൊ നീച്ചടാ. പിന്നെ കോയമ്പേച്ച് ഇരിക്കാണ്. കുഴപ്പമൊന്നുമില്ലല്ലോ. പോണിട്ടില്ലല്ലോ. അപ്പൊ ഞങ്ങൾ ഇനി പോട്ടെ. അപ്പൊ നമ്മള് ഇവിടെ എത്തി. നമ്മൾ ഷെഫീഖിനെ കാണാനില്ല. അപ്പൊ ഞങ്ങൾ നേരത്തെ മുന്നിൽ പോകുന്ന വണ്ടി അവിടെ ഇവിടെ പാർക്ക് ചെയ്യാൻ പോയിട്ടേ വരാന്ന് പറഞ്ഞു. അപ്പൊ അവ കാണാനല്ല. ഇവിടെ എവിടെയും ഉണ്ടാവും. തപ്പി തന്നെ നടക്കണം. സ്ഥലം അറിയില്ലല്ലോ. ഉണ്ടായിട്ട് ഇതില് വട്ടം കളിച്ചെടുക്കണ്. കൊറേ നേരം എത്തിയിട്ട് ഞങ്ങളൊന്ന് മേലെ കേറിയേ. ഇതിന് അങ്ങനെ വരണ്ടേ. ഇതിന്റെ മേലെയാണ്. അപ്പൊ നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേരാണ് മലബാർ. ബാ ഓഫീസ് റൂമിന്റെ ഉള്ളിൽ ഇരുന്നോ. ബാ ഇവിടെ ആരുമില്ലടാ. കുട്ടി മിസ്സിന്റെ അജില നോക്കട്ടെ. ഫോണാള് ഇവിടെ ഇല്ല. പോകട്ടെ. എല്ലാവരും ഫോണും ഇവിടെ റെക്കോർഡ് എല്ലാം ഉണ്ട് ഇവിടെ. മിസ്സിന്റെ പരിപാടി എന്താ അറിയോ? റെക്കോർഡ് ശരിയല്ലെങ്കിൽ ഉണ്ടല്ലോ ആദ്യം തൊട്ട് പഠിപ്പിച്ചു. ഇൻവേർട്ടർ ഇല്ലേ? നമ്മളെ സമ്മ നിക്കണ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടുണ്ടല്ലേ. ഫസ്റ്റ് വോക്ക് ആദൂലും വെച്ച് പഠിച്ചിട്ട് ആരെ കയ്യിന്നാ വാങ്ങണ്? ആരാധന ശക്തമ്മ മന്ത്രി. ഇതൊക്കെ നമ്മളെ ബാച്ചാണ്. നമ്മളെ ബാച്ചിന്റെ ഫോട്ടോസാണ്. ഇതാ ഞാനിവിടെ. അത് അല്ല, ഞാൻ ഇവിടെ വിടുവാണ്. ഞാൻ ജിൽഷന്റെ ഇവിടെ. ഏയ് അതല്ല, ക്ലിയർ ഇല്ല. ഇത് നമ്മളെ മിസ്സുമാര് പരിപാടിക്ക് ഇതിന്റെ പേരിപ്പോ എന്താ? സാഗർ സൂര്യ. നൂറ് എന്താ നൂറിന്റെ നൂറിന് നൂറിൻ ഷെരീഫ്. ഇരുട്ടാണ് ഇവിടെ. ഞങ്ങള് വന്നിട്ടില്ല. അതാ ബാച്ചല്ലടാ, നിങ്ങള് പോയിട്ടില്ല ബാച്ച്. അത് നഴ്സിംഗിന്റെ ബാച്ചാണ്. നിങ്ങളെ പരിപാടിയൊക്കെ കഴിഞ്ഞില്ലേ? നിങ്ങള് ഇറങ്ങാനായപ്പോഴല്ലേ? അപ്പൊ ആ സമയത്ത് നിങ്ങളെ സർവീസ് വെയർ കുട്ടി ആണോ? ഉഷാറായി. മണിക്കൂറിനുള്ളിൽ വരുന്ന ഞമ്മക്ക് വേണ്ടിട്ട് മിസ് ജ്യൂസ് ഒക്കെ ഓർഡർ ചെയ്ത് കറക്റ്റ് തന്നിട്ടില്ല.
മണി പറ്റിച്ചത് 12:30 ആയി. ക്ലാസ് കഴിയില്ലേ 1 മണിക്കില്ലേ? 12:30 കഴിഞ്ഞില്ലേ? ജ്യൂസും കുടിച്ച് നിക്കാം. എന്നാ സിനിയോ ജ്യൂസ് ചിക്കു ആണ് തോന്നുന്നു. ചിക്കു ആണ് തോന്നുന്നു. കുടിച്ചോക്ക ഹോട്ടലിന്റെ മേലെ ആ കറണ്ട് ഒന്നു അവളെന്തായ ജ്യൂസ് കിട്ടി. കുറച്ചും കൂടി കറണ്ടായി എന്താ പണീന്റെ മുന്നേ തന്നെ കിട്ടില്ലേ? ഞാൻ പിടിച്ചതാ. ഞമ്മക്ക് ചോളാണ്ടി ഉണ്ട് നവരരി ഉണ്ട് അത് പറ്റുള്ളൂ. വലിച്ചാനൊക്കെ അറിയും. പാലുകുപ്പില് കുടിച്ചണല്ലേ മുഖം. ദേഷ്യം വന്നിക്കണ്. കിട്ടില്ലേ? അതെങ്കി അത് തിന്നട്ടെ. എന്താണ് ഈ കാട്ട്? ഇതിനൊരു ഉപ്പായല്ലേ നിർത്തിട്ടുള്ളൂ. എല്ലാവർക്കും ജ്യൂസല്ലേ ഓനെ ഏതാ തിന്നാലൊക്കെ കറക്റ്റ് അറിയാം. ആ ചോറ് നന്നായിക്കൂല ഒക്കെ വെച്ചു. കുറുക്ക് കുറുക്കല്ലേ? അത് കഴിക്കോ? ആ ഊതി വിടുവോ? ഉണ്ടാക്കാ അടുപ്പില്ലല്ലോ കൊടുക്കണ് പക്ഷെ ഉണ്ടാക്കിയിട്ടില്ല. രാവിലെയും വൈകുന്നേരം മാത്രം കൊടുക്കുള്ളൂ. ആ വെള്ളമൊക്കെ കൊടുത്തു. അതാ കുപ്പായത്തിലില്ലേ. ഞമ്മള് കുട്ടികളെ വീഡിയോസ് എടുക്കുകയാണ് ഇവിടെ. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ. ക്ലാസ്സിനൊരു ഇതെടുക്കാൻ ഷോർട്ട് മിസ് സൂപ്പർ കേട്ടോ. ഡ്രസ് അടിച്ചാണ്ടല്ലേ നമ്മളെ മാലാകന്മാരായിട്ട് വൈക്കോട്ടിട്ട് വരികയാണ്. നമ്മളൊക്കെ അന്ന് ഓർമ്മ വരില്ലേ എങ്ങനെ മിസ് പഠിപ്പിച്ചപ്പോ? ഓർമ്മ വരിക. ലോങ്ങില് കാട്ടിക്കോട്ടെ നോക്കോ. അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ലോങ്ങില് വരില്ല. നിങ്ങൾ ഒച്ചയിലൊന്ന് കേൾപ്പിച്ചു കൊടുത്താണ്. നിങ്ങൾക്ക് ഞങ്ങളെ പറ്റി എന്താ പറയാലോന്ന് പറഞ്ഞാണി. സൂപ്പർ കുട്ടികളല്ലേ? പൈസ ഒന്നും കൊടുത്തിട്ടില്ല. നമുക്ക് അപ്പഴത്തെ വരി വരി കുട്ടികളെ എത്താ ഇവിടെ വെളിച്ചം കുറവ്. അപ്പൊ മിസ് ഓളും അവിടെ ലേറ്റ് ഇടാൻ വേണ്ടിട്ടില്ലേ ഒക്കെ സെറ്റപ്പാ. മിസ് പിടിച്ചാന്ന് പറഞ്ഞ മിസ് ലേറ്റ് അടിച്ചു കൊടുക്ക ഓള് വീഡിയോ എടുക്ക. എല്ലാരും പിന്നാമ്പുറം എങ്ങനെ ഇക്കാരാവും. ഞങ്ങളാ വീഡിയോയിൽ പറയില്ലേ ഞങ്ങള് പിന്നാമ്പുറൊക്കെ കണ്ടാലേ ഇക്കാൻ ഞങ്ങക്ക് വ്യൂസ് ഒക്കെ കൂടുകയാണ്. നല്ല വെളിച്ചുണ്ടല്ലോ. നമ്മക്ക് ചോദിച്ചാലോ? അപ്പൊ നമ്മള് കുട്ടികളൊക്കെ ഇവിടെ കോട്ടിട്ട് വന്നിക്കണല്ലേ.
അല്ല ഇന്ന് ഫാർമസിക്കാർക്കൊക്കെ ലീവാണ്. ഓരത് കഴിഞ്ഞു. അതുപോലെ ട്രെയിനിങ്ങിന് കഴിക്കാണ്. ഫാർമസി ഇവിടെ ഉണ്ട്. ഇവിടെ തന്നെ വന്നിട്ട് കാണാനും പാടില്ല. നിക്കണോ ചേച്ചിനെ കാണാൻ പറ്റൂല. പക്ഷെ എടുത്ത് വന്നിക്കും ചേച്ചിയുടെ. എന്താ വേണ്ടസിന്റെ റിസ്വാനമിസ് ഒറ്റകാല സഹായം ഇല്ലാതെ എത്ര വർഷം 2024 അന്ന് നിങ്ങൾ നോട്ടിൽ കണ്ടപ്പോ നിങ്ങൾ ഇത് തുടങ്ങിയ സ്റ്റാർട്ട് ചെയ്തത് 2004. ആ ടൈമില് റിസ്വാനമിസിന്റെ പഠിക്കുക തന്നത് അല്ല. എത്ര കൊല്ലായി തുടങ്ങിയിട്ട്? 14 പക്ഷെ അന്ന് ഈ ചൊർക്കുണ്ട് അല്ലേ? നമ്മള് വേച്ചക്കപ്പത്തില്ലാതെ നല്ല രസമുണ്ട് കാണാന്. ഇപ്പൊ കൊറേ പ്രായമായി. കല്യാണത്തിന്റെ ടൈമില് അപ്പൊ ആ ടൈമില് തുടങ്ങിയതാണ്. സ്വന്തം റിസ്ക് എടുത്ത് നല്ല ഞങ്ങളോട് പഠിച്ചോളിട്ടോ. കൊറേ പാത്രം കേക്ക് കെട്ടിച്ചോടത്ത് നിന്നിട്ട് കാര്യമില്ല. ജോലി അതുണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പ്രചോദനം നൽകിയിനി. അല്ല പഠിച്ച ആൾക്കാരാണ് നമ്മളെ കുറിച്ച് അഭിപ്രായം പറയുന്നത്. നല്ലതാണ്. നമുക്ക് മെഡിക്കൽ ഫീൽഡിൽ എന്ന് പറഞ്ഞാൽ നമ്മക്കൊരു വിലയുള്ള ഫീൽഡ് എന്ന് വെച്ചാൽ മെഡിക്കൽ ഫീൽഡൊക്കെ നല്ലതാണ്. എടുത്തു പോകൂല. സീസൺ ഇല്ലല്ലോ. പോയിക്കോളി. അങ്ങനെ നമ്മളിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങി. അപ്പൊ എന്താ പറയാ, ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോ ഇടങ്ങറ. കാരണം നമ്മള് 10 മണിക്ക് ഇവിടെ എത്തും. 1 മണിയായി ഇവിടെ നിന്ന് ഇറങ്ങുക. നമ്മള് പഠിച്ച് ഇറങ്ങിയോടൊക്കെ കയറുമ്പോ നമുക്കൊരു ഇടങ്ങാറാണല്ലോ. അപ്പൊ ഞങ്ങള് മാതിരി കല്യാണൊക്കെ കഴിഞ്ഞു ഇല്ലോലോ. പിന്നെ പോയി പഠിച്ചത്. അപ്പൊ പഠിച്ചിട്ട് എന്തെങ്കിലും ജോലി ആണെന്ന് ആഗ്രഹിച്ചോളൂ. ഇത് ഒന്നും ഉണ്ടായിട്ട് അറിയില്ല. ഞങ്ങളെ അനുഭവം കൊണ്ട് പറയണം. ഇപ്പൊ ഇത് ഉണ്ടായോണ്ടല്ലേ ഇപ്പൊ ഞങ്ങൾ ഇന്ന് ഇറങ്ങി. ഞമ്മക്ക് ഇങ്ങനെ കല്യാണം കഴിഞ്ഞ് പെരിയിൽ ചർച്ചത്തിരുന്നു. ഞങ്ങളൊക്കെ പഠിപ്പിന്റെ വില എന്താന്ന് പറഞ്ഞത് കല്യാണം കഴിച്ച് പഠിച്ചപ്പോഴാണ്. പഠിച്ചാന്നൊക്കെ പൂതിയായത്. അങ്ങനല്ലോ അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ് ഞങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ പറയാ, വെറുതെ പെരിയിൽ ഇരിക്കണോർക്കായാലും കല്യാണം കഴിഞ്ഞ് 2 കുട്ടിയോ 3 കുട്ടിയോ ഒന്നിനും ഏജ് ലിമിറ്റ് ഇല്ലട്ടെ. ഓക്ക് 10-25 ആയിക്കുന്നു. അപ്പൊ ഞങ്ങളൊക്കെ ഇതിന് വന്നാണ്. ഇങ്ങനത്തെ കോഴ്സിന്റെ പ്രത്യേകത അറിയുന്നത് ഏജ് ലിമിറ്റ് ഇല്ല. അതേപോലെ നമുക്ക് പഠിച്ചിറങ്ങി കഴിഞ്ഞാല് നല്ലൊരു ജോലി കിട്ടും. ആശുപത്രിക്കാണെങ്കിൽ ആശുപത്രി കയറാം, ലാബ് കയറണമെങ്കിൽ ലാബ് കയറാം. നമ്മളിത് 10 പൈസ ഉണ്ടാവും. കുടുംബത്തില് നമുക്ക് ജോലി ഉണ്ടെങ്കിൽ ഒരു വില ഉണ്ടാവും. ഈ പണി ഇല്ലാതെ നിൽക്കുന്നതും നമുക്ക് എന്തെങ്കിലും പണി ഇല്ല നിൽക്കുന്നുണ്ടെങ്കിൽ റീചാർജ് ചെയ്യണമെങ്കിൽ നമുക്ക് മാപ്പിളാരെ കഴിച്ചെന്ന് ചോദിച്ചാൽ ഇപ്പൊ നമുക്ക് പൈസ ഉണ്ടാവും. നമ്മൾ മാപ്പിളാരത്ത് പോയ ഓല് കൊടുക്കൂല എന്നല്ല, ഞാൻ കൊടുക്കട്ടോ നിന്റെ വകയും അങ്ങനെയൊക്കെ ഒരു പറയുന്ന ഒരു ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കി. അല്ലെങ്കിൽ നമ്മൾ ഓലെ കയ്യിൽ നിന്ന് കിട്ടി ഓലെ പൈസ ഓലല്ലേ നമുക്ക് പൈസ തരിക, ഓലെന്നെ നമുക്ക് തരേണ്ടതും. അങ്ങനെയല്ലേ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ. ഞാൻ ഇച്ചു പറഞ്ഞ ഈ ലാവിലൊക്കെ ടൈമിൽ ട്രെയിനിങ്ങിന് 500 കിട്ടണമെങ്കിൽ ഞാൻ മാസം ആദ്യം നിന്റെ വക ഇതാണല്ലേ വണ്ടി ഞാൻ വാങ്ങിക്കൊണ്ടു ഓള് കുട്ടികൾക്ക് വാങ്ങിക്കൊണ്ടും. അതിന്റെ ഒരു സന്തോഷം ഒരു പൈസ കിട്ടി 500 ഉള്ളൂ. ട്രെയിനിങ്ങിന് നമുക്ക് 500 തരും മാസം 500 അതേപോലെ ചിലപ്പോ കുഞ്ഞുമാന് കൊണ്ടേ കൊടുക്കും. ചെറിയ അതേപോലെ ഒരു വേറെ 500 നമുക്ക് തരും വണ്ടിക്കൂലിക്കൂല. പക്ഷെ നമ്മക്ക് അധ്വാനിച്ച് കിട്ടിയ ഒരു 500 എന്നുള്ള മൈൻഡാണ്. ഓന്റെ അപ്പൊ അവിടെ വണ്ടിക്കൂലി ഡീസൽ പൈസ പോയില്ല. കാരണം അതൊന്നും നമ്മളെ കയ്യിൽ നിന്ന് അധ്വാനിച്ച് കിട്ടുന്ന പൈസ നമുക്ക് ഇഷ്ടമുള്ളവർക്ക് കൊണ്ടുപോയി കൊടുക്കാന്നുണ്ടെങ്കിലല്ലോ അതാണ് ഭാഗ്യം. അപ്പൊ വെണ്ണൊന്നില്ലാലൊക്കെ ബിരിയാണി നല്ല ടീച്ചറാണ്. അതേമാതിരി നല്ല തമാശയും കാര്യമൊക്കെയാണ്. അവിടെ വിളിച്ച് നിങ്ങളുടെ ചാറ്റൊക്കെ തരുന്നുണ്ടാവും കേട്ടോ. അവള് പോയേ അത് പിന്നെ എന്തെങ്കിലും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ നമ്മൾ കമന്റിൽ തരും. അല്ലെങ്കിൽ നമ്മളിവിടുത്തെ നമ്പറും കാര്യമൊക്കെ തരും. അങ്ങനെ നമ്മൾ ഇനി ഇവിടുന്ന് അറിഞ്ഞാണ് എന്തെങ്കിലും ഒന്ന് നമ്മൾ കിട്ടണം. അതിനെ കൊടുന്നാളാ കുട്ടീനെ അങ്ങനെ കാട്ടിയാലും മുണ്ടാത്തൊരു കുട്ടിയാണ്ട് തിരക്കില്ല. സാധനം വാങ്ങാൻ വേണ്ടി പുറത്തുനിന്ന് ഇറങ്ങിയത്. വണ്ടി എവിടെയായിട്ട് നിർത്തിച്ചിരിക്കണേ. എന്താ വാങ്ങി വിചാരിച്ചു. കുട്ടിക്ക് ഇപ്പൊ കമ്പി തൊട്ടി ഉണ്ടാവൂലേ? ഓളെ റൂമില് ഇതില്ല, നല്ല ഹൈറ്റാ. കെട്ടാൻ പറ്റൂല. എന്നിട്ട് ഉമ്മാന്റെ റൂമിലെ കിടക്കാം. അവിടെ കട്ടില് തലങ്ങനെ ഇടക്കും മുട്ടും. ഇടുക്കിയ സ്ഥലത്തെ കുട്ടിനെ നടത്തില്ല. അപ്പൊ ജനലിനെ ഞങ്ങൾ തീരെ അങ്ങനെ വാങ്ങിയിട്ടില്ലേ. നമുക്ക് കുക്കില്ലോണ്ട് നമ്മൾ ഉക്കുമ്പോ കൊളത്തില്ല. ഒക്കെ ഇല്ലാത്തോണ്ട് നമ്മളിപ്പോ ചോദിച്ചവിടെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല കേട്ടോ. ചോദിച്ചോക്കല്ലേ. ചെബിക്ക് പോയിക്കണ്. അവനെ കാണാനല്ല. കാണാനല്ല. അതാ വരുന്നു. വണ്ടി കൊണ്ടിരുന്നാലോ? തിരിച്ചോട്ടെ. ഇവിടെ ഉണ്ടാവൂല.
എടുക്കലാണ് എന്റെ അല്ല ആ അതൊന്നെടുത്തേ ചേച്ചി ഒന്നായിട്ടില്ലതാണ് മൂന്നാമത്തെ അപ്പൊ ഒന്നായിട്ട് വേണമെങ്കിൽ തരാം അവൻ തൊള്ളിയൊക്കെ അപ്പൊ ഈ താറാവ് തൊള്ളി കിട്ടാ തൊള്ളിക്ക് ഞാൻ പോകും നല്ല ഓടലൊന്നും പോവില്ല ആ ഒരു കുഞ്ഞു തൊള്ളുണ്ട് ഒരു സെന്റ് കടിക്കേ കുട്ടികളെന്തിട്ടാലും വായിക്കിടൂലേ ഒന്നും ആവൂല അതിനുള്ളതാണത് അതിനെന്താ റേറ്റ്? അതിനെന്തേന്നു വില ചേച്ചി? അതിന്റെ വില എന്തേന്നു? കുട്ടികളെ ആ ഈമ്പിട സാധനല്ലേ ആ ഇവനതാ പരിപാടി എല്ലാം വായിക്കാം. ഒരു താറാവ് ആ എടി സിനു വണ്ടിയായിട്ട് അവിടെ നിക്കാവോ? ഓനറിയ കട പറ്റിക്കണം നോക്കട്ടെ. കൊഴപ്പല്ല ഞാൻ കുത്തിട്ടിരിക്കും ഇല്ലല്ല പോകൂല. അതേപോലെ കുപ്പായമാണ് അവിടെ ഉണ്ട് അവിടെ ഉണ്ട് എന്താ തലിന്റെ മേലെ. എത്രയൊക്കെ ചേച്ചി? എന്തായാലും ഒരു കുഴപ്പമുണ്ടാവില്ല, കുട്ടിക്ക് ഇതാവൂല. പക്ഷെ അതിന്റെ വേറെ ഇല്ല, അത് ഇതാവൂല. അങ്ങനത്തെ സാധനങ്ങളൊക്കെ വായിച്ചു നോക്കി നിങ്ങൾക്ക് തന്നെ അറിയണ്ടോ. കുട്ടികളത് അതിനായിട്ടുള്ളതാ. പക്ഷെ ഓല ഇതിന് ഓൽക്ക് കുഴപ്പമുണ്ടാവില്ല, കളിച്ചങ്ങനെ കിടക്കാം. അതിനുള്ളതാണ്. അതിന്റെ വേറെ ഒന്നാണിത്. ഓൽക്കത് വേണമെന്നുണ്ടെങ്കിൽ എടുത്താ മതി. അതെടുത്തോ. ഈ കളർ അതോടാ ഞാൻ പിന്നെ ഇത് എടുത്തുന്നത്. അതാണ് ഓനെന്നെ ഇത് മതിയിലടി. മതി. പിന്നെ അതും പിന്നെ വേറെ ഡ്രസ് തൊട്ടിക്ക് വേറെ മറ്റേതൊക്കെ വേണം. വീട്ടിലിടാൻ പറ്റിയ ഡ്രസ് വീട്ടിലിടാൻ പറ്റുള്ളൂ. ചെയ്കിട്ട് ഇട്ടോർക്കടി തൊള്ളിക്ക്. ആരാ പൊട്ടുകൊടുക്കണേ? ഏറ്റവും ചെറുതിന് 40, മറ്റേ 50. ഏറ്റവും ചെറുതേതാ? എനിക്ക് നോക്കട്ടെ കേട്ടോ. ഇതൊക്കെ 40ന്റെ അടുത്ത് നല്ല പക്ഷെ ഓനെ പറ്റും. അതെടുത്തോ. ഇതോ എത്രണ്ണാണ്ട് മെഷീൻ കൂടെ എഴുതട്ടോ. ഇത് 2 മതി ഇപ്പൊ. അത് 2 മതില്ലേ? പിന്നെന്താ? പിന്നെ കുപ്പായം. ഓന് പറ്റിയ കുപ്പായ കുഞ്ഞത് താറാവ് കുട്ടി ഓനാ കുട്ടി കറിയാണെങ്കിൽ ഇപ്പൊ ഞാൻ കുട്ടിയാണ്ടേ കറിയാക്കണെങ്കിൽ അതാണത്. ഞങ്ങൾ ഉണ്ടാവോ? ഞാൻ കണ്ടിരിക്കണ സാധനം. ഇത് എത്ര കിലോ വരെ പോകുമേ? ഇതിന്റെ വില എന്താ? വില ആടി എത്ര വെയിറ്റ് പോകുന്നു ചോദിച്ചു നോക്കൂ. എന്തെങ്കിലും വാങ്ങാം. പക്ഷെ അതിന്റെ തൊപ്പൊക്കെ പോരേ. ചെറിയ പൂഞ്ഞി എടുത്ത് ഇപ്പൊ എന്താ അവിടെ കച്ചക്കണ്? എന്താ എനിക്ക് കൈയാക്കി തരിക? ചോറ് നാനില്ലേ? പീസും ചോറ് ഞാൻ പിടിച്ച ഒരു കഷ്ണുള്ളൂ. വെള്ള ടർക്കി നിർത്തിട്ടില്ലടി. വെള്ള കഷ്ണം മതിയോ? വെള്ള മതി.
കണ്ണു എല്ലാം മര അവസ്ഥയിലേക്കാണ്. കണ്ണാ നൂറമ്പൾബാവും. നിങ്ങൾക്കെന്താ ചിക്കൻ പീസ് ലെഗ് പീസാ വേണ്ടിയേ? പീസ് അവിടെ കാട്ടി കൊടുക്കണം. അതിന് മടി മുണ്ടല്ലേ എന്ത് ഇല്ല അന്നാര ടർക്കി കൂട്ടേന് ഇല്ല ഞാൻ വിട്ടിട്ടൊന്നും അന്നോടെ പോകാൻ പറഞ്ഞേ. പാണ്ടിലോടുകൾ ചർച്ചകള് ഇവനെടുക്കാ പോയത് എനിക്ക് ടർക്കി എടുക്കാന്. ഞാൻ വിട്ടോനെ ഉണ്ടോ ഇല്ല ഞാൻ എടുത്തിട്ടില്ല. വണ്ടിയിലല്ല പെരിയില്. ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ ചെടുക്കാൻ പോയത് ഇച്ചനറിയാം. ഞാൻ ചിക്കൻ പീസ് വെക്കാൻ പോയതാ വിചാരിച്ചു. ഒരുപാട് വാങ്ങിച്ചിട്ടില്ല. ആരെ ചിക്കൻ പീസാ വലുത്? അല്ല അൻ്റത്. ആ ശരി ചെറിയ പീസ് മാത്രം കിട്ടിയില്ല. എല്ലാവർക്കും വാങ്ങട്ടെ. പാലുണ്ട് സൈക്കിൾ നന്നാക്കണേ. അപ്പൊ സൈക്കിളാകെ തുരുമ്പാ. അപ്പൊ അത് കൊടുത്താണ്ട് നോക്കട്ടെ പറയുന്നുണ്ട്. കാട്ടുന്ന ചെറിയാപ്പൂന് ഇപ്പൊ എന്താണ് കട? ചെറിയാപ്പൂന് കടല്ലേന്ന് എല്ലാരും ചോദിച്ചല്ലേ. ചെറിയാപ്പൂന്റെ സാമ്രാജ്യം ഇത്. ചെറിയാപ്പൂന്റെ പീഡിയല്ല ഇതിൽ നിക്കാണ് കേട്ടോ. കാട്ടി കൊടുത്താണ് ഇത്. ചുങ്കത്തറ കൊറേ ആൾക്കാർ ചോദിച്ചിരുന്നു ചെറിയാപ്പൂ അപ്പൊ ഇതാണ് ചെറിയ ഒന്ന് കാട്ടി കൊടുത്താണ്. ഇവിടെ ഫുള്ള് കിട്ടുന്നില്ല. സെറ്റപ്പാട്ടോ അത്തൊക്കെ പഠിച്ച പറയുന്നു. വൈകുന്നേരം കാണാ പാവാണ്. പാവുണ്ട്. കുറച്ച് ചായയും നേരത്തിനും തിന്നാൻ കൊടുത്ത അവിടെ കുത്തിരുന്നോളൂ അല്ലേ? ൂപ്പരാപ്പിയാണ് ആപ്പി. പോണ വൈക്കലാട്ട തറവാട്. നമ്മള് പെരേക്ക് പോയോണ്ട് ഈ പോണ വൈക്ക് ഒരു കുടുംബല്ലേ. ഇനിയിപ്പൊ നമ്മള് ഗേറ്റ് തുറക്കേണ്ടി വരും. ഞാൻ ഇറങ്ങാട്ടോ. നമ്മള് ഗേറ്റ് ഞാൻ തുറക്കാം. മമ്മ ഇറങ്ങാൻ പറ്റുമോ? ആരാണ് പട്ടി പറിക്കണ? അഞ്ഞ് തോട്ടിയിട്ടേക്ക്. അവിടെ വ്ലോഗ് എടുക്കാണ്. എന്താ കമോൺ ഞാൻ തുറക്കാം. ഇതെന്താ മോളായിട്ടിക്കണ്? ആ ഞങ്ങളാ ടീച്ചർ വിളിച്ചിട്ടൊന്ന് പോയി. പൂവ് ടീച്ചറത്ത് പറയണേ നിങ്ങളെയൊക്കെ ചോദിച്ചു. ചോറ് നിങ്ങള് എത്തങ്ങള് ചോറുന്നാത്ത 3 മണി 4 മണി വരെ. അത് നിങ്ങള് കൊറേ ആൾക്കാരായി ആളുകൾ കണ്ടിട്ട് അറിയണേ. നിങ്ങളെ കാണേറ്റേ. പണികളെ കുട്ടികളെ ഇട്ടുകാർ 2 ആളും നല്ലോണം പണിയിട്ടു.
അങ്ങനെ എടുക്കും മോള് അറിഞ്ഞ എന്തിനാ കുട്ടികൾ വന്നാൽ അല്ല ഓല് വന്നോണ്ട് അതിലൊക്കെ കഴിഞ്ഞൊക്കെ അടുക്കി പുറത്തൊക്കെ ശരിയായല്ലോ. എന്താ ചില്ലറ പണിയൊന്നല്ല ഒരു പെര അങ്ങനെ പോയി പോകുമ്പോഴേ നമുക്ക് നമുക്ക് ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് പിന്നെ ചേലയിക്കണം. ഒരുക്കി കെട്ടി വേണ്ട വേണ്ട ഒന്നും വേണ്ട. കുട്ടികള് വരുമ്പോത്തിന് പോണം. ഞാൻ ആദ്യം സ്കൂൾ ബസ്സിന് വിളിച്ചാ കേട്ടോ. ആ ഇനി ഞാൻ എവിടെയെന്നാ പറയാ സുൽത്താടിച്ചോണ്ടേ ബസ് പോകത്തില്ലേ ഉമ്മാനോട് ഇറങ്ങിക്കാൻ പറഞ്ഞോളാ. ഉമ്മാനോട് അവിടെ പെരിക്ക് ഇറങ്ങിക്കാൻ പറഞ്ഞോളാ. അല്ല 5 മണിക്ക് വരുള്ളൂ, 3 മണി ഇല്ല കേട്ടോ. 5 മണിക്ക് വരുള്ളൂ. ചുറ്റിക്കറങ്ങിയാ വരിക. ഇമ്മ പെരിയിലുണ്ട്. സ്കൂൾ ബസ് എന്തോ സ്വകാര്യം പറയുന്നു. ഒരു കോഡ് ഭാഷയൊക്കെ ഉപയോഗിക്കുന്നു. എന്ത് കൊതുക് ചോറുന്നോ? ചോറിനല്ലേ ആ കൊതുക് ചോറുണ്ടാവില്ല. ഡൊണേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ചോറുന്നോളി. ചോറൊക്കെ തിന്നോ? ഇവിടെ ചർച്ച കഴിഞ്ഞിട്ട് ആ കുട്ടീനെ ഇട്ടേ. ആ നാവില്ല അതിന്റെ സിപ്ന ആന കജ്ജിൽ ആ കുട്ടീനെ ശരിക്കും കണ്ടു. ആ നടക്കണുണ്ട് ഒപ്പം വിടും. ആ ഇങ്ങോട്ട് പോണല്ലേ, ഇങ്ങോട്ട് പോരെ ഇങ്ങോട്ട് പോരെ. ആ തുകന്റെലൊക്കെ ഉണ്ടോക്കി ഇവിടെ അവസരന്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കും. ഓന്റെ രാവിലെ ആരൊക്കെ കള്ളന്മാരൊക്കെ വറക് കൊള്ളിയിട്ട് തോണ്ടി അറിയുന്നുണ്ട്. എന്താ മയെ ഇരുന്നിട്ട് നീച്ചാൻ പറ്റില്ല. ഇവിടെ ഇരിക്കാൻ രസമുണ്ട്. പുറത്തെ കൂടെയാണ്. ആ എന്നിട്ട് ചക്ക ഇട്ടോ? ഇല്ലേ ചക്കട മടി നിക്കണേ എപ്പോഴാണ് ഇതുമൊന്നുമില്ല ഈ പ്ലാവുമ്മ. അവിടെയൊക്കെ അതാ ചക്ക. എല്ലാത്തും മീനുണ്ട് ചക്ക. ചക്കക്ക് പഞ്ഞല്ലേ? ഏയ് വേണ്ട. അവിടെ ചക്ക കിട്ടിയേ ഞാൻ പറഞ്ഞില്ലേ, ഇപ്രാവശ്യം എല്ലാവർക്കും ചക്ക കിട്ടുന്നുണ്ട്. അവിടെ എങ്ങനെയൊക്കെ ചക്ക കിട്ടും. ആ അതന്നെ ചക്ക കിട്ടുന്നുണ്ട്. കിണറ് നല്ല ആയില്ല കിണറല്ലേ? ആ തോട്ടി അവിടെ ഉണ്ട്. ആ വാലിയും വില്ലൊക്കെ ഇട്ട കിണറ. അവിടെ ഇരുന്നോളി. പോട്ടെ അമ്മായി, കുട്ടികള് വരാനേക്കണ്. വെള്ളമൊന്നും വേണ്ട. ഊരവേന ഇപ്പാനല്ലേ? ആ ഇപ്പൊ വരൂ. തടി പറഞ്ഞിങ്ങട് ഇപ്പാനൊന്ന് കാണാനേ അറിയമ്മേ. അല്ല ഇന്നലെ വന്നിട്ട് ലോഡ് പണി ഉണ്ടേനി മാക്കേ. ഞങ്ങള് തുടച്ചൊരു തോത്തിയെ കൊടുത്തു. പക്ഷെ എന്നാലും സഹായിക്കാൻ വരാണ്ട് ഞങ്ങൾ സഹായിച്ചൊന്നും വേണ്ട. ഇങ്ങനെ എടുത്തിക്കണം. നിങ്ങള് രണ്ടാളെ വന്നിട്ട് ഞങ്ങൾ ആകെ പറ്റി. അത് എങ്ങനെയായാലും സാനു അങ്ങനെ എടുക്കുന്നു ഞങ്ങൾ വിചാരിച്ചു. അന്നെ കൈ എടുക്കുള്ളൂ. എടുത്തു. വരാൻ പറഞ്ഞേ. ആ റേഞ്ച് ഇല്ലല്ലേ? പിന്നെ പുറത്തൊന്നും ഇറങ്ങി വിളിച്ചാൽ അതാണ് അവിടെ ആകെ ഒരു പ്രശ്നം. റേഞ്ച് ഇല്ല. സുജാതയാണ് സുജാത. നല്ല മിസ്റ്റേക്ക്. മതി മതി. അതിലാ പൊടി പൊടി. അങ്ങനെ നമ്മള് വെള്ളമൊക്കെ കലക്കി. ഇനിയുണ്ടല്ലോ അങ്ങനത്തെ ക്ലാസ്. ഉമ്മമാനെ പറ്റിയോലുണ്ടെങ്കിൽ പറയണേ. ആർക്കൊക്കെ പറ്റി? ചക്കപ്പൊടി കഴിഞ്ഞില്ലേ കുട്ടിക്കോ? അത് മാതുട്ടോ. കുറച്ചുകൂടി കഴിയണം മുഖം ശരിയാക്കണം. നമുക്ക് നോക്ക് സമന അതിന് കിട്ടാനുള്ള ക്ലാസ് ഇപ്പൊ കുറച്ച്
എടാ ഒരു എണ്ണം തിന്നോയിക്കോ. എല്ലാരും തിന്നാണ് വെച്ച് മാത്രം തരുന്നില്ല. ഇരിക്ക് താത്ത. താത്ത മൂത്തല്ല അവസാനം തിന്നാൻ ഇരിക്ക്. അമ്മായി കുറിച്ചോളി. സോഫയാണെന്ന് വിചാരിച്ചിരുന്നാ മതി. നമ്മള് നിലത്തന്നല്ലേ. ഏതായാലും ഇവിടെ ഒരു തിണ്ടുണ്ട്. തറവാട്ട് പോയി അവിടെ തിണ്ട്. ഞാൻ കട്ടിൽമെടുത്തു എന്റെ കട്ടിൽമെടുത്തും അതന്നെ കാട്ടിനാക്കടി കൊടുക്കട്ടെ കുട്ടിക്ക് ചക്കേ വേണ്ട. പിന്നെ അല്ല ഞാൻ മധുരം കൂട്ടല്ലേ ചോദിച്ചോണ്ടാ എന്തേ കുറ്റൊക്കെ അങ്ങനെ വെറുതെ പറയണേ. മോനെ അന്ന് തേങ്ങോട് നല്ല മതിട്ട് കളിച്ചു ഒക്കെ കുടിച്ചു. മധുരിട്ട് തന്നാല് മധുരം എന്താന്ന് അറിയില്ലടി. നല്ല മതിട്ട് കുടിച്ചു ഒക്കെ കുടിച്ചു. അമ്മായി മധുരം കൊടുത്തോണ്ട് ഇവർക്ക് ഷുഗറൊന്നും ഇല്ലല്ലോ. ഞാൻ ഒഴിവാക്കിയാണ്. ഞാൻ വയസ്സ എന്തായാലും തിന്നാൻ പറ്റില്ല. കുടിച്ചു ഇത് ഓവറാണ് ഈ മുട്ടായി. പിന്നെന്ത് ഷുഗർ കട്ട മുട്ടായി എന്തേ കൊടുക്കിയേ ചോക്ലേറ്റ് ഒക്കെ നോക്കി വെള്ളം തിന്നല്ലേ കേട്ടോ. ഇതാണെങ്കിൽ ഇത് മധുരം ചായനെ അങ്ങനെ ചോദിച്ചു നോക്കിയാ. ചായ എന്താ കാട്ടില്ല മധുരത്തെ ഇന്നലെ കുടിച്ചും ചെയ്യും. ഇത് അമ്മായി ഞങ്ങള് വന്നപ്പോ തുറക്ക ഇതുവരെ ആരും തിന്നൂല ഇനി. അമ്മായിനോട് പറയാം നമ്മള് ചക്കപ്പൊരി പൊരിച്ചിട്ടുണ്ടെങ്കിൽ പാണി. മീൻ വെക്കാനും ചിക്കൻ വെക്കാനും സാമ്പാറൊക്കെ ചട്ടിയല്ലേ. അടുപ്പത്ത് കടിയില്ല ചട്ടി വെക്കല്ല. അത് അടുപ്പത്ത് ചട്ടി ഏതെങ്കിലും ചമ്പട്ടി തരി കുറച്ച് നല്ലോണം ഇപ്പൊ മനസ്സിലായി. ഇളക്കും ചെയ്യരുത്. കുറേ നേരം എന്നാലും പിന്നെ എളുപ്പം തേച്ച് പറയാനേ അതിന്റെ മൂന്ന് നനച്ചുകൊണ്ട് കുറച്ച് 300 നനച്ചിട്ട് അതിന്റെ മൂന്ന് കഴിച്ചാൽ മതി. കുടിക്കാൻ്റെ ചുറ്റിന് ബട്ടർ എന്നിട്ട് നമ്മള് കഴിക്കുമ്പോ അത് പൊരിക്കും. അല്ലെങ്കിൽ വെളിച്ചെണ്ണ എണ്ണ എന്തേലും ഒരു ചക്ക ഫുള്ളെടുത്തോ നിങ്ങള് അരിഞ്ഞ്? ഞങ്ങൾക്ക് അതിന്റെ കണക്ക് ഞങ്ങൾ കൂട്ടാനും വെച്ചും വെച്ചില്ല. പ്രശ്നമില്ല. ആകെ ഒച്ചി മിരിങ്ങ വണ്ടി ആളിത് പിന്നെന്താ കഴിച്ചാൻ വെച്ച കച്ചാൻ വെച്ച ഉണ്ടാക്കിയ മമ്മക്ക് തിന്നാൻ വെച്ചല്ലേ. ഞാൻ പെരുക്കുണ്ടാക്കുന്നതാണ്. അതിന് കൂട്ടാൻ കൂട്ടൂല. അതിന് മൂട്ടൻ ചക്ക കൂട്ടാൻ മൂട്ട പിന്നെയും വെറുതെ കഴിയില്ല. അമ്മായിനെ നോക്കണോക്കിയാ മായ തിന്നുന്നുണ്ടോ ഇറങ്ങാറാണ്. വെള്ളയിൽ കൊടുക്കല്ലേ എന്ത് തൊള്ളിക്ക ആർക്കും തൊള്ളി കൈക്ക് കൊണ്ടുപോകാൻ ഒറ്റ വിചാരമുള്ളൂ കേട്ടോ. കേട്ടോ പടാ ഒരു കണ്ടോ അത് ഒറ്റ വാങ്ങലാ. അതിനെനക്ക് അറിയിട്ടാ വേറെ പണിയെന്നു എന്നാണ് വർത്താൻ വരും. രണ്ട് സബൂർക്കല്ലോ നിങ്ങള് പോയി എന്നിട്ട് ഞങ്ങളെ വീട്ടിട്ട് പോയിട്ട് അങ്ങോട്ട് പോകണം. പോയി പോയി ആട്ടി വിടുന്നേ. ആ അങ്ങോട്ട് പോവാരാ. അതാ കറാറായി അല്ലേ പോയി വണ്ടി കയറി പോയി അരിയല്ലേന്ന് എഴുതിയിട്ടാണ് ഇത് കൊണ്ടേക്കണം. ഞങ്ങൾ പോവാ. കുട്ടികളിൽ മുതൽ പോണം. സമയമില്ലേ? ഇത് കുട്ടിയെ കൊണ്ടേക്കണം. വേണ്ട വേണ്ട. ഒരു പാത്രം വേണം. അല്ലെങ്കിൽ കുറച്ച് ഒരു കുണ്ടാൻ പാത്രല്ലേ അതിൽ രസം എണ്ണ വരിക വെക്കുക. എന്തിനാണ് ഇപ്പൊ ചക്കപ്പൊരി അടിച്ച് പിരാന്താ. ഞാൻ പറ്റിന്ന് കിട്ടിയപ്പോ അഞ്ചാളുണ്ടല്ലേ വട്ടത്തിൽ തരുമോ? സീനു ഗൾഫിൽ നിന്നിട്ടേ ഓന് പൊരിച്ചണെന്ന് പറഞ്ഞ് പൊരിച്ചതാണ്. നോക്ക് ഒരു അലൂമിനിയത്തിന്റെ ഉള്ളി വാങ്ങിക്കളി. എന്ത് ചക്ക പൊരിച്ചാനോ? ചീനച്ചട്ടിയിൽ ഓരോ പുഡിങ്ങനെ കൊള്ളു. തരുവല്ല 10-20 ട്രിപ്പ് വെച്ചാൽ ഒരു ചക്ക ചെയ്യണമെങ്കിൽ ആലോചിച്ച് നോക്കി.
നിങ്ങളെ അടുത്ത് വലിയ ചെമ്പില്ല ബിരിയാണി അതൊക്കെ ഉണ്ട്. അതിന് അങ്ങനത്തെ ബുദ്ധിയൊന്നും വരില്ല. ചട്ടിയിലല്ലേ പൊരിച്ചല്. അത് നടത്തൊന്നും വേണ്ട, 1 ലിറ്റർ എണ്ണ മതി. എത്ര എണ്ണ 1 ലിറ്റർ എണ്ണ ഉണ്ടായാൽ മതി. ഇനി ട്രൈ ചെയ്യാം. ഇഞ്ഞോ കായില്ല നമ്മക്ക് കായില്ല. ഇവിടെ താഴെ വെളിച്ചെണ്ണ ഉണ്ട്. ആരോട്? താഴെ മറ്റേ മില്ലിലോ? ആ വാങ്ങി തരും. ഇല്ല. ഇവിടെ വെളിച്ചെണ്ണ കേട്ടോ. ഇത്ര ഒരു ലിറ്ററിന് 300 ആണ്. ആയിക്കോട്ടെ, നല്ല വെളിച്ചെണ്ണക്കാരാ. നല്ലതാണ്. വെളിച്ചെണ്ണക്ക് കൂടിയിട്ട് പിന്നെ കുറഞ്ഞിട്ടില്ലല്ലേ. ധാന്യങ്ങളൊക്കെ പിടിച്ചാന്ന് പറഞ്ഞാണ്. മറ്റേ മെഷീൻ എത്തിയിട്ടില്ല. അപ്പൊ അടിയും കോളമോ പൊടിച്ചാണ്. ആണോ? അമ്മ ഈ കുട്ടീന്റെ കിൽക്കടെ ഞാൻ അടുത്തുണ്ട് മാണ്ടടാ. ആ അല്ല മാണ്ട എന്നത് കാട്ടിക്കാടി ഞാൻ ഒരു ചക്കപ്പൊരി ചേർന്ന് കളഞ്ഞു. ഇതോ അങ്ങനെ തന്നെ. ഒക്കെ ബാക്കിയാണ്, കരീക്കളൊക്കെ ബാക്കിയാ. ഉമ്മാനെ പറ്റി 2 വാക്ക് പറയടാ, ആൾക്കാർക്ക് കേക്കാൻ പുതിയ. നമ്മള് നല്ലത് കണ്ട നല്ലത് പറയും, അത്രേ ഉള്ളൂ. അതിനെ ഞാൻ നോക്ക് കരിഞ്ഞ നിങ്ങളൊക്കെ അത് രുചിച്ച് നോക്കിട്ട് എന്ത് ടേസ്റ്റ് തന്നെ. ആ കമന്റ് ഒന്നും പഠിച്ചില്ലേ? ചോർന്നിട്ടില്ലേ? ഈ പള്ളവേനെ എടുക്കും. ചോറ് നോക്കി ഞങ്ങള് പോകാണ്. 3:30 4 മണി കഴിഞ്ഞില്ലേ? 3:30. അപ്പൊ ഞാൻ ഫോണിൽ നോക്കിയപ്പോ നേരത്തെ 3:52 ഇനി അവിടുന്ന് എന്നാ അപ്പുറത്തെ ക്ലോക്ക് തെറ്റാ. സെബിക്കണ്ടീലോ? ഞാൻ അവിടുന്ന് പോന്നപ്പോ സണ്ണനോട് ഇങ്ങനെ പറഞ്ഞില്ലേ 3:52 ഇനി. അപ്പൊ അല്ലേ അത് പോരൂല. അല്ല അത് ഊരിയ കിട്ടോ? ടൈറ്റ് ആയിക്കണേ. കൊടുക്കരുത് അങ്ങനെ ഊരിയ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഊരിയ കിട്ടും. കേട്ടോ. കേട്ടോ. അത് 1.5 വയസ്സ് വരെയൊക്കെ പോകും പറഞ്ഞു കടയത്തോലേ. പോകുന്നവർക്ക് കാര്യമല്ല, ഇത് ഇടുങ്ങിയ പിന്നെ ഗതികളാണ്. ഇവിടെ ആയതുകൊണ്ട് കഴിഞ്ഞ കിട്ടല്ലോ. അറിയാം, പക്ഷെ എന്താ ഒരു വേണ്ട തോക്ക് വേണ്ട. അമ്മ ചെവിക്ക് കുറച്ച് റെസ്റ്റ് ചെയ്തി. കുട്ടി തൊട്ടി കറന്നുറങ്ങിക്കാരോ? മറ്റോ കാണൂല. തൊട്ടിയിൽ ഉറങ്ങിയ കുട്ടി അതിന്റെ ചെവിയിലൊക്കെ പോയാണ്ടിരിക്കാൻ വേണ്ടി. മക്കളെ ഞങ്ങൾക്ക് അല്ലേ തന്നെ ചെവി വേണ്ട വേണ്ട. നിങ്ങളെ 2 കുട്ടിയാക്ക് കൊടുത്തത്. കുട്ടികൾക്ക് പരിക്ക് തുടങ്ങിയ കേസാളൊക്കെ അത് 5 മിനിറ്റ് നേരത്തിന് ഉണ്ടാവില്ലല്ലോ. ഓൾക്ക് ഈ വെറും തോക്ക് കളിച്ചാണെങ്കിൽ കുഴപ്പമില്ല. ഓല് പീടി പോകും പടക്കത്ത്. മറ്റേ അയത്താട്ടെ പൊട്ടണ ഇട്ടാ പടക്കം പൊടിച്ചാലേ സ്വാതന്ത്ര്യം. പോയി പൊട്ടിച്ച സോദറിനെ പോകൂലേ? കുട്ടികളെ കണ്ണിനൊക്കെ ഇട്ടേ കഴിഞ്ഞ് എല്ലാരോടും പോയി ഞങ്ങൾ പോയിരുന്ന ഇതിനെ വേണ്ടേ? ഞാൻ കുറിച്ചാ ഒന്നുമില്ല. ഓനാ ഓനാ വാ. ഇതേതാണ് ആ രസമല്ലാന്ന് നോക്കിയതോ. അല്ല ഞാൻ ആ മഞ്ഞ മഞ്ഞ നല്ല ചക്ക സിനുവിന് ചക്കാണോ? ഇനി വേണ്ട. അമ്മായി പോയിട്ടോ കുറ്റം പറഞ്ഞിട്ട് ഒറ്റ പോയി തിന്നലേ. അമ്മായി പോയേ ഒറ്റക്ക് തിന്നു നോക്കിയ സാധനം അനറ്റുണ്ടല്ലോ. അപ്പുറത്ത് പൊട്ടക്കണത് കരിഞ്ഞത് ശരിക്കും കാണാൻ വേണ്ടിട്ട് ഇവിടെ വന്ന് നിന്നു. എന്റെ ചെരുപ്പ് അപ്പുറത്താ. ചെരുപ്പ് എടുത്തോണ്ടിട്ടോ.